അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ആവോലി മുരിങ്ങയില തോരനുമാണ്. അപ്പം ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് കൈകൊണ്ട് നന്നായി തിരുമിയതിന് ശേഷം മിക്സിയിലോട്ട് ഇടുക. നമ്മൾ തേങ്ങ അരക്കുമ്പോൾ എപ്പോഴും കൂടുതൽ വെള്ളമൊഴിച്ച് അരക്കരുത് കേട്ടോ. പിന്നെ തേങ്ങയുടെ മുകളിലേക്ക് നിൽക്കുന്ന പാകത്തിൽ വെള്ളമൊഴിക്കണം, അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞ് കിട്ടില്ല. എന്നിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറി വെച്ച് വെക്കും. ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. കൂടുതലൊക്കെ കറി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി, പിന്നെ അതേപോലെ തന്നെ വീട്ടിലുണ്ടായ മുളകാണ്. വെള്ളമുളക്, നീലമുളകൊക്കെ ചീനമുളകൊക്കെ ഇട്ട് കൊടുത്ത തേങ്ങ അരച്ച കറിയിലേക്ക് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ 4 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ പകുതിയാണ് അരിച്ചെടുക്കുന്നത്, പകുതി അതേപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നെങ്കിലാണ് നമുക്ക് കറിക്കൊരു തിക്ക് കിട്ടുള്ളൂ. ഫുള്ള് തേങ്ങാപ്പാലാകുമ്പോൾ കറി വെള്ളം പോലെ ഇരിക്കും. മല്ലിപ്പൊടി ഇടാത്ത കറിയല്ലേ. അപ്പോൾ കുറച്ച് തേങ്ങ അരിക്കാത്തത് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് തേങ്ങ അരിച്ചതും. കൂടുതൽ അരിക്കാതെ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കൂടുതൽ തേങ്ങ ആകുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ശേഷം 4 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും 1 ഉണക്കമുളക്, അതേപോലെ തന്നെ വേപ്പില എന്നിട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ആവോലി എടുത്തിട്ട് കായം പരട്ടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ വെളിച്ചെണ്ണ. നമ്മൾ ഇഞ്ചി വലിയ മീനിലേക്കും ഏത് മീനാണെങ്കിലും ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എപ്പോഴും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ടേസ്റ്റ് കുറയും, മീനിൻ്റെ കളറ് മാറും. പിന്നെ വേണമെങ്കിൽ 4 വെളുത്തുള്ളി നമുക്ക് മീൻ വറവിടുമ്പോൾ തന്നെ തൊലി കൊടുക്കണം, ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. കൂടുതലും ചെമ്മീനിലേക്കാണ് ചെയ്യുക. ഈ ഇതിലേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടും. ആ വെളുത്തുള്ളി തിന്നാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മീൻ വറവിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം. അതേപോലെ തന്നെ ഞാൻ വീട്ടിലുണ്ടായ മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില തോരനാണ് ഇന്ന് വെക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചീനമുളകാണ് എടുത്തിട്ടുള്ളത്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചതച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തോരനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുരിങ്ങയില വെച്ചാൽ നല്ല ടേസ്റ്റാണ്. സാദാ പോലെ വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരമാണ് മുരിങ്ങയില വേവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ കളറ് മാറി കിട്ടും. ഒരു ഇത്തിരി നേരം വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. ആവോലിക്കറി, ആവോലി പൊരിച്ചത്, മുരിങ്ങയില തോരൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ചാനലാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.